സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥര്, പ്രിയമുള്ള സഹപ്രവർത്തകര്, സുഹൃത്തുക്കളെ, വളരെ ആദ്യമേ തന്നെ നിങ്ങൾ ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഹിമാലയയില് മൂന്നാമതും ജനപ്രതിനിധിയാകാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതും വലിയ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയം, വളരെ മികച്ച ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു. അത് അങ്കമാലിയിലെ ജനങ്ങൾ നൽകിയ വലിയ സ്നേഹവും പിന്തുണയും അംഗീകാരവും ഒക്കെ തന്നെയാണ്. അതിന് എന്നും നാട്ടിലെ ജനങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കും. നിങ്ങൾ നൽകിയ ഈ പിന്തുണ എന്നും എന്റെ മനസ്സിലുണ്ടാവണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത് അങ്കമാലി നഗരസഭയിൽ നിന്ന് തന്നെയാണ്. ഇതുവരെ ഒരിക്കലും ലഭിച്ചിട്ടില്ലാത്ത ഗവൺമെന്റിനും ഒരു ആർക്കും ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം അങ്കമാലി നഗരസഭ പ്രദേശത്ത് തന്നെ ഏകദേശം 7,000-ഓളം 6,000-ഓളം വോട്ടിന്റെ കണക്കുകൾ നോക്കുന്നത്. അതായത് 6,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം അങ്കമാലി നഗരസഭ പ്രദേശത്ത് തന്നെ ലഭിച്ചിട്ടുണ്ട്. അപ്പോ അത് നിങ്ങളൊക്കെ നൽകിയ വലിയൊരു പിന്തുണകളാണ് അത് സാധ്യമായത്. കഴിഞ്ഞ 10 വർഷക്കാലം കക്ഷിരാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതി മതപരിചരണമോ വലുപ്പ ചെറുപ്പമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ഒരു ജനപ്രതി എന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു പോകുവാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. തുടർന്നും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി എല്ലാവരുമായി ചേർന്നുകൊണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാം. അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും എന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് നിങ്ങളോട് ഞാൻ ഉറപ്പു പറയുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ ഈ സ്നേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. അങ്കമാലി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ കൂടി സഹായത്തോടു കൂടി നമുക്ക് അങ്കമാലിയുടെ വികസന സ്വപ്നങ്ങൾ, നഗരസഭയുടെ പൊതുവായ കാര്യങ്ങളും ഒക്കെ നടത്തിയെടുക്കുവാനായിട്ട് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നഗരസഭാ ഭരണസമിതി ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു ചെയർപേഴ്സന്റെ ദുരിതാശ്വാസ നിധി എന്ന രീതിയിൽ രൂപീകരിച്ച് അത് ഏറ്റവും അർഹമായ ആളുകൾക്ക് സഹായം ലഭ്യമാക്കുവാനായിട്ട് പരിശ്രമിച്ചു വരികയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അത് ആരംഭിച്ചതാണ്. ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹമൊക്കെ അത് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രത്യേക താല്പര്യം എടുക്കുന്ന ഒരാളാണ്. പുതിയ ഭരണസമിതി സെക്രട്ടറി തങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷവും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത് ലഭിക്കുന്നവര് ഏറ്റവും അർഹതപ്പെട്ടവർ തന്നെയാണ്. വിവിധ തരത്തിലുള്ള ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ആശുപത്രി ആവശ്യങ്ങളും മറ്റ് വിദ്യാഭ്യാസ ആവശ്യവും അങ്ങനെയൊക്കെ വിവിധ തരത്തില് സാമ്പത്തികമായ സഹായം ഏറ്റവും അർഹമായിട്ടുള്ള ആളുകൾക്കാണ് ഇത് നൽകുന്നത്. ഇത് മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ നിന്നല്ല ഇത് നൽകുന്നത്. മുനിസിപ്പാലിറ്റിക്ക് അങ്ങനെ കൊടുക്കുവാനായിട്ടുള്ള വകുപ്പുമില്ല. ഇത് മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് നിരവധിയായിട്ടുള്ള സന്നദ്ധരായ ആളുകളെ കണ്ടെത്തി അവരുടെ കയ്യിൽ നിന്നും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ തുക നിങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു പരിപാടി ഇവിടെ ആവിഷ്കരിച്ച് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവുകയും അത് ഏറ്റവും അർഹമായ കരങ്ങളിൽ എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന അങ്കമാലി നഗരസഭാ ഭരണസമിതിക്ക് ഒരിക്കൽ കൂടി പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ഇത് നിങ്ങൾക്ക് ഒരു വലിയൊരു ഓരോ വ്യക്തിയെ എടുത്ത് പരിശോധിക്കുമ്പോൾ വലിയൊരു തുകയൊന്നും ആയിരിക്കണമെന്നില്ല. മുനിസിപ്പാലിറ്റിക്ക് അവർക്ക് സാധ്യമായ നിലയിൽ ഉള്ള ഒരു സഹായമായി ചെറിയൊരു കൈത്താങ്ങായിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻകൈ എടുക്കുന്ന അങ്കമാലി നഗരസഭാ ഭരണസമിതിയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതായിരുന്നു. നമസ്കാരം.